ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ-ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ ഡേ 2മായി ബന്ധപ്പെട്ടതാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 358 ഓൾ ഔട്ട് ആയിരുന്നു. മറുപടി ബാറ്റിംഗിൽ യാതൊരുവിധ ഋതുവുമില്ലാതെ ഇന്ത്യ ബോളിംഗ് നടത്തിയതോടെ 1.5 സെഷൻ കൊണ്ട് തന്നെ റെക്കോർഡ് റൺ റേറ്റിൽ ഇംഗ്ലണ്ട് 225-ന് 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിന്റെ സെക്കൻഡ് ഇന്നിംഗ്സിൽ നടന്ന സ്ലെഡ്ജിംഗ് ശരിക്കും ഇംഗ്ലണ്ടിന്റെ സ്പിരിറ്റ് ലിഫ്റ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത്. ആ മത്സരത്തിൽ തന്നെ ഫോർത്ത് ഇന്നിംഗ്സിൽ ഗംഭീര ബോളിംഗ് പെർഫോമൻസും ഈ മത്സരത്തിൽ യഥാർത്ഥ ബാസ് ബോളും ഇംഗ്ലണ്ട് കാഴ്ചവെച്ചു. ഇന്ന് ആദ്യ സെഷനിൽ തന്നെ ഒരു കംബാക്ക് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ തോൽവിയിലേക്ക് തന്നെയാവും ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഇന്ന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയില്ല എങ്കിൽ ചുരുങ്ങിയത് ഒരു 100-150 റൺസെങ്കിലും ലീഡ് അവർക്ക് കിട്ടുകയും ചെയ്യും. ഋഷഭ് പന്ത് പരിക്കും വെച്ച് ഇന്നലെ ബാറ്റ് ചെയ്യാൻ വന്നത് വീരോചിതമായിരുന്നു. പക്ഷേ താരത്തിന്റെ സ്കാനിങ്ങിൽ ടോ ഫ്രാക്ചറാണ് പറ്റിയിരിക്കുന്നത്. ഇതോടെ ഈ പരമ്പരയിൽ നിന്ന് താരത്തെ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. 6 ആഴ്ചത്തെ വിശ്രമമാണ് താരത്തിന് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ മത്സരത്തിൽ ആവശ്യമെങ്കിൽ ഇന്നലെ കണ്ടതുപോലെ തന്നെ പെയിൻ കില്ലർ കൊടുത്ത് താരത്തെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കും. റീപ്ലേസ്മെന്റായി ഇഷാൻ കിഷൻ ടീമിലെത്തുമെന്ന ന്യൂസ് ഇന്നലെ കണ്ടിരുന്നു. പക്ഷേ അത് നടക്കില്ല. ഇഷാൻ ഓൾറെഡി സ്കൂട്ടിയിൽ നിന്ന് വീണ് കാലിൽ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. ചിലപ്പോൾ എൻ ജഗദീശൻ ബാക്കപ്പ് കീപ്പറായി വന്നേക്കുമെന്ന നിലയിലാണ് വാർത്തകൾ കാണുന്നത്. എന്തായാലും ധ്രുവ് ജൂറൽ തന്നെയായിരിക്കും പ്രൈമറി കീപ്പർ. അടുത്ത അപ്ഡേറ്റ് യാഷ് ദയാലുമായി ബന്ധപ്പെട്ടതാണ്. ഓൾറെഡി യാഷിനെതിരെ അവന്റെ കാമുകി കൊടുത്ത കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കേസ് കൂടി അവന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ജയ്പൂരിലുള്ള ഒരു മൈനറായ കുട്ടിയെ ബ്രൈറ്റായ ക്രിക്കറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി താരം യൂസ് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ പുതിയ കേസ്. ഈ വർഷം ഏപ്രിൽ 13-ന് ജയ്പൂരിൽ വെച്ച് നടന്ന RCB രാജസ്ഥാൻ മത്സരത്തിന്റെ അന്ന് ആ കുട്ടിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി യൂസ് ചെയ്തുവെന്നുമുണ്ട്. കുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ ഇത് പോക്സോ കേസായിട്ടാണ് വന്നിരിക്കുന്നത്. UPയിൽ നിന്ന് 5 വർഷമായി ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് യാഷിന്റെ കാമുകിയുടെ കേസ്. ജയ്പൂരിൽ നിന്ന് ഇപ്പോൾ ഒരു പോക്സോ കേസ്. യാഷിന്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് റിയൽ ആണെങ്കിൽ അവന്റെ കാര്യം ഇതോടെ തന്നെ തീരുമാനമാവുകയും ചെയ്യും.